ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് വടകര മണ്ഡലത്തിൽ പര്യടനം നടത്തും. രാവിലെ ലോകനാർക്കാവിലെ ക്ഷേത്ര ദർശനത്തോടെ പര്യടനത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വൈകുന്നേരം പദയാത്ര മുൻ കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വി. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്തായാലും ഇന്ന് വടകര മണ്ഡലത്തിലാണ് പദയാത്രയുടെ പര്യടനം. എന്തൊക്കെയാണ് പരിപാടികൾ? ലക്ഷ്മി, കെ. സുരേന്ദ്രനും ബി.ജെ.പി. എൻ.ഡി.എ സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ നേതാവുമായ കെ. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര വലിയ ആവേശജലമായ സ്വീകരണങ്ങളാണ് കഴിഞ്ഞ 3 ദിവസമായി 3 ജില്ലകളിൽ ഏറ്റുവാങ്ങി ഇപ്പോൾ വടകര നിയോജക പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വടകരയിലാണ് ഇന്ന് പദയാത്ര. രാവിലെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം പ്രഭാത ഭക്ഷണവുമായി എത്തുക. പ്രഭാത ഭക്ഷണത്തിന് മത സാമുദായിക നേതാക്കളുടെ വീടുകളിലാണ് അദ്ദേഹം പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. 10 മണിക്ക് തന്നെ അദ്ദേഹം വടകര ജനറൽ ഹോസ്പിറ്റലിൽ സന്ദർശനം നടത്തും. സൂപ്രണ്ടുമായി കൂടിക്കാഴ്ച നടത്തും. അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ 92 കോടിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടവും അദ്ദേഹം സന്ദർശിക്കും. കേന്ദ്ര പദ്ധതികൾ നിരവധിയാണ് വടകരയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിനെ മാതൃകയാക്കുക. കേന്ദ്രം സംസ്ഥാനത്തെ അകമൊഴിഞ്ഞ് സഹായിക്കുന്നു എന്ന കൃത്യമായ വിവരങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ വടകര ജനറൽ ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്നതും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി നൽകുന്ന 92 കോടി രൂപ മുടക്കി നൽകുന്ന പുതിയ കെട്ടിടത്തിന്റെ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തുക. അവിടെയുള്ള ആശുപത്രി സൂപ്രണ്ടുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം 10:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണും. തുടർന്ന് രാവിലെ 11 മണിക്ക് കേന്ദ്ര പദ്ധതികൾ ലഭിച്ചവരുടെ ഗുണഭോക്താക്കളുമായുള്ള സംഗമത്തിൽ പങ്കെടുക്കും. 12:30 ചെരണ്ടത്തൂർ 500 ഏക്കർ പാടം സന്ദർശിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് അദ്ദേഹം വലിയ പറമ്പത്ത് ഹരിജൻ കോളനിയിൽ സന്ദർശനം നടത്തി അവിടെയുള്ള ഹരിജൻ കോളനിയിലെ ജനങ്ങളുമായാണ് അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണം. 3 മണിക്ക് പദയാത്ര ആരംഭിക്കും. ഈ പദയാത്ര മുൻ കേന്ദ്രമന്ത്രിയായ സദാനന്ദ ഗൌഡയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇങ്ങനെയാണ് സുരേന്ദ്രന്റെ പര്യടനം ഇപ്പോൾ വടകര ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിരവധി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ ചെയർമാനുമായ കെ. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ ജനസാന്നിധ്യത്തോടുകൂടിയും പ്രവർത്തകരുടെ സാന്നിധ്യത്തോടുകൂടിയും വലിയൊരു പദയാത്ര തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഒപ്പം തന്നെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ അതുകൊണ്ട് ഈ ജില്ലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ളവർ വലിയ രീതിയിൽ ഈ ബി.ജെ.പിയുടെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർ തങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ദേശീയധാരയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിരവധി പേർ ബി.ജെ.പിയുടെ ഭാഗമാകുന്ന കാഴ്ച നമുക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 3 ജില്ലകളിൽ കാണാൻ സാധിച്ചിരുന്നു. കാസർഗോഡ് മുതൽ വലിയൊരു ഒഴുക്ക് തന്നെയാണ് വയനാടേക്ക് എത്തുമ്പോൾ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പിനായി നിരവധി മറ്റു പാർട്ടികളിൽ നിന്ന് അവരുടെ അംഗത്വം മടക്കി നൽകിക്കൊണ്ട് ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിച്ചു കൊണ്ടെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിരവധി പേർ വലിയ രീതിയിൽ ബി.ജെ.പിയിലേക്ക് അംഗത്വം എടുക്കുന്ന സാഹചര്യം ഈ ഒരു പദയാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ പുതിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്ന തരത്തിലായിരിക്കും ബി.ജെ.പിയുടെ ഈ ഒരു പദയാത്ര എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കെ. സുരേന്ദ്രൻ നയിക്കുന്ന ഈ ഒരു പദയാത്രയിൽ മറ്റു ഘടകകക്ഷി നേതാക്കളെയും എൻ.ഡി.എയുടെ ഭാഗമായിട്ടുള്ള മറ്റു ഘടകകക്ഷി നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ ഒരു പദയാത്ര തന്നെയാണ് നമുക്ക് 3 ജില്ലകളിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഘടകകക്ഷികളെ ഒപ്പം കൂട്ടി കൊണ്ട് വലിയ രീതിയിൽ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ മാറ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. ഈ ഒരു പദയാത്രയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ.ഡി.എ വിപുലീകരിക്കുക, കൂടുതൽ ഘടകകക്ഷികളുടെ തങ്ങളുടെ ഭാഗമാക്കുക, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും CPM-ന്റെയും തന്നെ ഉന്നത നേതാക്കളെ നേരിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിക്കുക, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ നേരിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമൊക്കെ ഈ ഒരു പദയാത്രയ്ക്കുണ്ട്. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ
കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഒരു പടി മുന്നേ എറിഞ്ഞുകൊണ്ട് BJP അവരുടെ കൃത്യമായ പര്യടനം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സംഘടനാ തലത്തിലും വലിയ രീതിയിലുള്ള വളർച്ച അത് BJPക്ക് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിലുള്ളവരുടെ എല്ലാവരുടെയും ഒരേ രീതിയിൽ കാണുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അതൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് വലിയ സ്വാധീനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് BJPക്ക് കേരളത്തിൽ പുതുചരിത്രം സൃഷ്ടിക്കുമെന്നാണ് BJP നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഒപ്പം തന്നെ കൂടുതൽ പേരെ BJPയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യവും BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പദയാത്ര മുന്നോട്ട് പോകുന്നത്. ഒപ്പം സംഘടനാ തലത്തിൽ BJP ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമാക്കുക, വരുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ കൂടുതൽ സജ്ജരാക്കുക എന്നീ ശ്രമങ്ങൾ തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു പദയാത്രയിലുടനീളം ഉണ്ടാകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പൂർണ്ണമായും സംഘടനയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദയാത്ര. കാരണം NDA ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ NDA വിപുലീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, ഒപ്പം തന്നെ മുന്നണി വിപുലീകരണം ലക്ഷ്യമാക്കിയിട്ടുണ്ട്. അതിലൊക്കെ പ്രധാനമായി ഇപ്പോൾ വിനീത് സൂചിപ്പിച്ചതുപോലെയാണ്. കാരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ പലതും സംസ്ഥാനം നടപ്പിലാക്കാൻ സമ്മതിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ ഒരു സംഗമം കൂടി അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു സംവേദനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി കൂടി ഈ ഒരു പദയാത്രയുടെ ഭാഗമായി നടക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ കൂടുതൽ പേർക്ക് പങ്കാളികളാകാനുള്ള അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ ആകാനുള്ളൊരു സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഹെൽപ്പ് ഡെസ്കുകളും ഈ പദയാത്രയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഉപരി ജനങ്ങളുടെ ക്ഷേമം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട്, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് ഭരണ പരാജയം, ഒപ്പം തന്നെ ഇവിടെ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് വിട്ട MP-മാർ നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരവരുടെ മണ്ഡലങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിൽ രാഹുൽ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായൊരു ചോദ്യം BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വച്ചിരുന്നു. അത്തരത്തിൽ പദയാത്ര കൃത്യമായി ജനങ്ങളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം എല്ലായിടത്തുമുണ്ട്. ഇന്നിപ്പോൾ വടകര മണ്ഡലത്തിലാണ്. ഇനിയുള്ള പദയാത്രയുടെ സ്ഥലങ്ങൾ എവിടേക്കാണ് പദയാത്ര കടന്നു ചെല്ലുന്നത് എന്നുള്ളതാണ് ഈ വരും ദിവസങ്ങളിൽ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പദയാത്ര പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു പദയാത്ര അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ പദയാത്ര എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു വിമുഖത സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് തുറന്നു കാട്ടുക, ഒപ്പം തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ എത്തിക്കുക, ഒപ്പം ആ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ പദ്ധതികളുടെ ഭാഗമാകാൻ കഴിയുക എന്നതടക്കമുള്ള കൃത്യമായ വിവരണങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ ഈ പദയാത്ര മുന്നോട്ട് പോകുന്നത്. ഇതിനായി പ്രത്യേക സജ്ജീകരണങ്ങളും BJP ഹെൽപ്പ് ഡെസ്ക് എന്ന പേരിൽ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഇവർക്ക് തുടർന്നും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമാകേണ്ടത് എങ്ങനെ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനും ഒപ്പം തന്നെ അവരെ സഹായിക്കാനുമുള്ള സംവിധാനങ്ങളും ഈ പദയാത്രയിൽ ഉടനീളം ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭരണ പരാജയം തന്നെയാണ്. ഈ ഭരണ പരാജയം തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം പ്രധാനമായും BJP മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ധാർഷ്ട്യം ജനങ്ങൾക്കുണ്ടാകുന്ന വലിയ രീതിയിലുള്ള വിഷമതകൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി തുറന്നു കാട്ടിക്കൊണ്ടാണ് ഈ പദയാത്ര മുന്നോട്ട് പോകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തന്നെയാണ്. ആ പദ്ധതികളോടുള്ള വിമുഖത കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന സർക്കാർ പുലർത്തുന്നുണ്ട്. ആ വിമുഖത തുറന്നു കാട്ടിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യം ഒപ്പം BJP ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാനത്ത് നിന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരും ഒപ്പം തന്നെ സർക്കാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ കൃത്യമായി നടത്തുന്നുണ്ട്. കേന്ദ്ര വിഹിതം കൃത്യമായി സംസ്ഥാനത്തിന് നൽകുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ സംസ്ഥാനം നടത്തുന്നുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തിനോട് അവഗണന കാണിക്കുന്നു
എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള നിലപാടുകൾ അത് രാഷ്ട്രീയമായി തന്നെ സംസ്ഥാനം ഉയർത്തി കാണിക്കുന്ന സാഹചര്യം. ഇതൊക്കെ കള്ളപ്രചരണമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കള്ളപ്രചരണമാണ്. ഇത് രാഷ്ട്രീയമായി BJPക്കെതിരെ CPM അല്ലെങ്കിൽ കോൺഗ്രസും സർക്കാരും ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് എന്ന കാര്യം ഉയർത്തി കാണിക്കാനുള്ള ഒരു ശ്രമവും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ കേന്ദ്രം നൽകിയ പദ്ധതികളുടെ വിഹിതത്തിൻ്റെ കണക്കുകൾ എത്ര തുക സംസ്ഥാനത്തിന് നൽകി എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ഈ പദയാത്രയിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് ചില ഫണ്ടുകൾ ലഭിക്കാത്തതിന് കാരണം കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി സംസ്ഥാനം ആ ഫണ്ടുകളുടെ വിവരണങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഒരു കഴിവില്ലായ്മയെ തുറന്നു കാട്ടിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര കൃത്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സ്വീകരണങ്ങൾ തന്നെയാണ് പദയാത്രയിലുടനീളം BJPക്ക് ലഭിക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.